നമുക്ക് നമ്മുടെ തൃശ്ശൂർ മീൻകറി ഈസി വേയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമ്മൾ എന്തിലാണോ മീൻകറി വെക്കാൻ പോകുന്നത്, കലമാണെങ്കിൽ കലം, അതല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു കടായി വെക്കുക അടുപ്പത്ത്. അതിലോട്ട് ഒരു 4 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായി ചതച്ചത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില മുറിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പുളി, ഒരു കഷ്ണം പുളി ഞാൻ 3ആയിട്ട് മുറിച്ചിരിക്കുന്നതാണ്. ഒരുപാട് പുളിയൊന്നും വേണ്ട. ഇനി നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നും അല്ല. കാരണം നമ്മൾ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്, അതായത് കിങ് ഫിഷ് ഇട്ട് കൊടുക്കാം. 1/2 കിലോന്റെ കണക്ക് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക, എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ മീൻകറിക്ക് തലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തല വരുമ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ച് കൊടുത്തോളൂ. ഇതിന് ഈ സ്പൂൺ ഇടാൻ പാടില്ല, എപ്പോഴും ചുറ്റിക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെക്കുക, എന്നിട്ട് വേവിക്കുക. എന്നിട്ട് വെന്തൂന്നൊക്കെ ഏകദേശം ഒന്ന് വേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഓക്കെ, നമ്മുടെ മീൻകറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ചാറൊന്ന് വറ്റിച്ചെടുക്കണം. മീൻകറി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. എന്തെങ്കിലും കുറവാണെങ്കിൽ ഉപ്പൊക്കെ കുറവെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കും. ഒരു പ്രത്യേക നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ മീൻകറിക്ക്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങയിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല്. ഓക്കെ, ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചി ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. തിളപ്പിക്കാൻ പാടില്ല, കാരണം നമ്മൾ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. മീഡിയം തീയിലിട്ടതിന് ശേഷം ഒന്ന് ചൂടായാൽ മാത്രം മതി നാളികേരപ്പാല്. അതിനുശേഷം നമുക്കിതങ്ങ് എടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നോളും. അതിനൊന്ന് ഇച്ചിരി സമയം കൊടുക്കണം. അപ്പം ഇത് മതി. നമ്മുടെ മീൻകറി അസൽ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് കാച്ചി ഒഴിച്ച് അടച്ചു വെക്കുക. സോസ് പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 4 ചെറിയുള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മീൻകറിയിൽ ഒഴിച്ചു കൊടുക്കാം. ചാറെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക, തിരിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് അങ്ങനെ തന്നെ 5 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ കളവെന്ന് അറിയാം നമ്മളെ മീൻകറിക്ക്. ഇതേ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ചെറിയുള്ളിക്ക് എത്തട്ടെ. അപ്പോഴാണ് ആ ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി പീസി ബാച്ചിലേഴ്സ് തൃശ്ശൂർ മീൻകറി. അപ്പോൾ എണ്ണയൊക്കെ നല്ല മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ബെസ്റ്റ് മീൻകറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്